Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്മാർട്ട് വാച്ചിനെയാണ് പരിചയപ്പെടുന്നത്. Amazfitന്റെ Bip S Lite എന്ന് പറയുന്ന വാച്ച്. ഓൾറെഡി നമ്മൾ Bip Lite എന്നൊരു വാച്ചിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തന്നെ പുതിയൊരു വേരിയന്റ് ആണ് Amazfitന്റെ Bip S Lite എന്ന് പറയുന്ന വാച്ച്. എന്തൊക്കെയുണ്ട് ഇതിന്റെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. കുറച്ച് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എക്സ്പീരിയൻസിൽ ഇത് ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമാണ് നിങ്ങൾക്ക് ഈ ഒരു വാച്ച് കാണാം. ഒരു നല്ല സ്റ്റൈലിഷായ വാച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ലുക്ക് വൈസ് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. സ്ട്രാപ്പൊക്കെ നല്ല സോഫ്റ്റായ സ്ട്രാപ്പ് തന്നെയാണ്. വെയിറ്റ് ആണെങ്കിൽ 30 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റുമാണ്. കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ നമുക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയ നല്ല സ്ട്രാപ്പും പ്ലാസ്റ്റിക് ബിൽറ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ബിൽറ്റ്. ഓവറോൾ ബ്ലാക്ക് വേർഷൻ പ്രത്യേകിച്ചും കാണാൻ നല്ലൊരു അട്രാക്റ്റീവായ ലുക്കായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലുക്ക് വൈസ് ഒരു നല്ല വാച്ചായിട്ടുണ്ട്. ഇതിൻ്റെ റിയർ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഹാർട്ട് റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെ 2 പോയിന്റുകൾ കാണാം. ഇതാണ് മാഗ്നറ്റിക് ചാർജിങ് ബോർഡ്. അതായത് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജിങ് ക്രെഡിലേക്ക് ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു പോയിന്റിലേക്കാണ് അതിൻ്റെ മാഗ്നറ്റിക് പോർഷൻ അറ്റാച്ച് ആവുക. അതിലൂടെയാണ് ഇത് ചാർജ് ആവുക. അപ്പോൾ മാഗ്നറ്റിക് ചാർജിങ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഈ ഒരു ക്രെഡിൽ വേണമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് Bip S Lite എന്ന് പറയുന്ന വാച്ച്. ഓവറോൾ ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡിയാണ്. നല്ലൊരു ഓവറോൾ ഫീലാണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ അത് 1.28 ഇഞ്ച് വരുന്ന ട്രാൻസ്പ്ലിക്റ്റീവ് കളർ ഡിസ്പ്ലേ ആണ്. TFT ഡിസ്പ്ലേ ആണ്, പക്ഷേ കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനകത്ത് കളർ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എന്നുള്ളതും ഒരു നല്ല വിഷയമാണ്. സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങൾക്കും ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു ആവറേജ് സെറ്റപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. 176x176 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിത് വൈബ്രേഷനായിട്ട് ഫീൽ ചെയ്യും. വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, സ്പീക്കറോ മൈക്കോ ഒന്നുമില്ല. അപ്പോൾ കോള് വരാനോ പോകാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. വൈബ്രേഷനിലൂടെ നമുക്കിതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓപ്പറേഷൻ റേഞ്ച് എന്ന് പറയുന്നത് Bluetooth 5 ആണ്. അപ്പോൾ ഒരു റൂം തൊട്ടടുത്ത റൂം ഒരു 10 മീറ്റർ മാക്സിമം വിചാരിച്ചുള്ളൂ. ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് ഫോണുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം റേഞ്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പുറമേ ഉള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സ്. ഒന്ന്, ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററി നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തെടുക്കാം. 200 mAh ബാറ്ററിയാണ്. 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 30 ദിവസം വരെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അപ്പോൾ ബാറ്ററി ലൈഫ് നല്ലോണം ഉള്ള ഒരു വാച്ചാണ്. ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്ത Bip Lite എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് വാച്ചിലേക്ക് നോക്കിയാലും നല്ല ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നു. ഒരു 10-30 ദിവസമൊക്കെ ഇതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്തും നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫൊക്കെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ വാച്ച് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഈ വാച്ചിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓവറോൾ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇതിൻ്റെ നല്ല വശങ്ങൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ വാച്ച് ഫേസുകൾ നോക്കിയാൽ ഒരു 10-40 വാച്ച് ഫേസ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ 110 വാച്ചുകൾ എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു 150 വാച്ച് ഫേസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണത്. പക്ഷേ 40 വാച്ചാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി 110 വരും ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് വാച്ച് ഫേസുകളൊക്കെ മാറ്റി ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു വാച്ച് സെറ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്, സ്പോർട്സ് മോഡ് നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു ലോ ബഡ്ജറ്റിലുള്ള 3000, 4000, 2000 ആ റേഞ്ചിലുള്ള വാച്ചുകളിലൊക്കെ കോളിംഗ് ഫീച്ചർ അങ്ങനെയുള്ളതൊന്നുമല്ല. സ്പോർട്ട് വാച്ച് ഒരു ബാൻഡ് പോലെ തന്നെയാണ് ഈ വാച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള സ്പോർട്സ് ഫീച്ചറൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിറ്റ്നസ് വാച്ച് എന്ന് പറയാം. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാച്ചുകളൊക്കെ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തുള്ള സ്പോർട്സ് എന്തൊക്കെയാണ് സ്പോർട്സ് ഐറ്റംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8ഓളം വരുന്ന സ്പോർട്സ് ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രെഡ്മില്ല്, അതേപോലെ എലിപ്റ്റിക്കൽ ട്രെയിനർ, ഇൻഡോർ സൈക്ലിംഗ്, ഔട്ട്ഡോർ റണ്ണിങ്, വാക്കിംഗ്, യോഗ, ഫ്രീ സ്റ്റൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പോർട്സിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോർട്സ് മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഡെയിലി ആ നടക്കുന്ന സ്റ്റെപ്പ്, ദൂരം, കലോറീസ്, ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൗണ്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ ഈ പറഞ്ഞ സ്പോർട്സ് അല്ലെങ്കിൽ ഹെൽത്ത് പരമായ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സംഗതി ഉപയോഗിക്കാം. ഇത് കൂടാതെ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഹാർട്ട് റേറ്റ് സെൻസറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് PPG ബയോ ട്രാക്കിംഗ് ഒപ്റ്റിക്കൽ ഹാർട്ട് റേറ്റ് സെൻസറാണ് ഉപയോഗിക്കുന്നത്. 3 ആക്സലറേഷൻ സെൻസറും വരുന്നുണ്ട്. സോ ഓവറോൾ ഹാർട്ട് റേറ്റിൻ്റെതായ ഭാഗങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ലെവലിൽ കാണിക്കുന്നുണ്ട്. ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കാം, കാരണം ഹെൽത്ത് പരമായ കാര്യങ്ങൾ ഞാൻ അത്ര വലിയ അറിവുള്ള ആളല്ല. ബട്ട് എങ്കിലും ആ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നത് സ്ലീപ്പ് മോണിറ്ററിംഗ് പോലുള്ള പരിപാടികളാണ്. അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്ലീപ്പ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് വാമിയുടെ PAY ഹെൽത്ത് അസിസ്റ്റൻറ്റ് സിസ്റ്റമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ സ്ലീപ്പ് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഡീപ്പ് സ്ലീപ്പ്, അതേപോലെ ലൈറ്റ് സ്ലീപ്പ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് തരം തിരിച്ച് കാണിച്ചു തരാം. നമുക്ക് അങ്ങനെയൊക്കെ സ്ലീപ്പിൻ്റെ ഒരു നിലവാരം അറിയണം എന്നുള്ളവരാണെങ്കിൽ
ഇത് കെട്ടി നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇത് കൃത്യമായിട്ട് തരം തിരിച്ച് എപ്പോഴൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയത്, എപ്പോഴൊക്കെയാണ് ലൈറ്റായിട്ട് ഉറങ്ങിയത്, അതൊക്കെ കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഹെൽത്ത് പരമായ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ സ്മാർട്ടായ ഫീച്ചേഴ്സ്, മറ്റനേകം സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു കോൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വരും. നമുക്ക് ആരാണ് വിളിക്കുന്നത് കൂടെ കാണാം. കോൾ റിജക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മെസ്സേജുകൾ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഇതിന് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇതിനകത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ കാണുള്ളൂ, വേറൊന്നും കാണില്ല. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മലയാളം ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അത് എടുത്ത് പറയേണ്ട കാര്യമില്ല, മിക്കവാറും എല്ലാ സ്മാർട്ട് ബാൻഡുകളും സ്മാർട്ട് വാച്ചുകളും ഇങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മലയാളം ഇല്ലാന്ന് കരുതിയിട്ട് അതൊരു നെഗറ്റീവായിട്ട് ആരും കരുതരുത്. അത് എല്ലാ വാച്ചുകളിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൂടാതെ മ്യൂസിക് കൺട്രോൾ പോലുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും റിവേഴ്സ് അടിക്കാനും ഒക്കെ ഇതിൽ മ്യൂസിക് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അതേപോലെ അലാറം ക്ലോക്ക്, സെഡൻഡറി റിമൈൻഡർ, വെതർ ഫോർകാസ്റ്റിംഗ്, 2-3 ദിവസത്തേക്കുള്ള വെതർ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. കോൾ റിമൈൻഡേഴ്സ് ഉണ്ടാവും, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നോർമലി നമ്മൾ ഇത്തരം ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവണമോ ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി 2-3 ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് സ്പീക്കറൊന്നും ഇതിനകത്തില്ല. ഒരു തരത്തിലുള്ള സൗണ്ട് നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റില്ല. കോൾ ചെയ്യാനും പറ്റില്ല. ഇതിനകത്ത് മൈക്കും കാര്യങ്ങളൊന്നുമില്ല. കോൾ ഡിസ്കണക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും ഇതിനകത്ത് പറ്റില്ല. അതുപോലെ തന്നെ GPS-ൻ്റെ സംവിധാനമൊന്നും ഈ വാച്ചിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതില്ലാത്തത് കൊണ്ട് ഇത് നെഗറ്റീവാണെന്ന് കരുതരുത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്കവാറും എല്ലാ വാച്ചുകളും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇതൊന്നും നെഗറ്റീവ് അല്ല, എങ്കിലും കോമൺലി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ജസ്റ്റ് ഒരു ആൻസർ പോലെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി ഈ വാച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ആൻഡ്രോയിഡ് 5-ന് മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ iOS ആണെങ്കിൽ iOS 10-ന് മുകളിലുള്ള iOS 10-ന് മുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഫോണുകളിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ Amazfit എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് ഫോണുമായിട്ട് സിങ്ക് ചെയ്യാൻ. അത് സിങ്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ ഫോണൊക്കെ കയ്യിൽ പിടിച്ച് നടന്നാൽ തന്നെയാണ് ഈ ട്രാക്കിംഗ് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാരണം. ഫോണിൽ GPS ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ബന്ധപ്പെടുത്തി ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോണുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ആപ്ലിക്കേഷനാണ് Amazfitൻ്റെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഈ വാച്ചിനെ. അതിന് ശേഷമാണ് നമുക്കിത് നൈസായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാൻ സാധിക്കുക. അപ്പോൾ അത്രയുമാണ് Amazfit Bip Lite എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല ഡിസൈനും നല്ല ബാറ്ററി ലൈഫും നല്ല ഡിസ്പ്ലേയും അതേപോലെ തന്നെ നല്ല എല്ലാവിധ സ്പോർട്സ് ഫംഗ്ഷൻസും അതേപോലെ തന്നെ നല്ല സ്മാർട്ട് നോട്ടിഫിക്കേഷൻ്റെ ഫംഗ്ഷൻസും എല്ലാ കാര്യങ്ങളും ഈ ഒരു റേഞ്ചിൽ കണ്ടുവരുന്ന സ്മാർട്ട് വാച്ചുകളിലുള്ള എല്ലാ തരം ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് Amazfitൻ്റെ Bip Lite എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ 3799 രൂപയാണ്. 29-ാം തീയതി 12 മണിക്ക് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റിവ്യൂസൊക്കെ കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ട് ആവശ്യമെന്ന് തോന്നിയാൽ പർച്ചേസ് ചെയ്യാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയുമാണ് Amazfit Bip Lite എന്ന് പറയുന്ന വാച്ചിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വാച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.